ഹലോ ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കുറച്ച് നാൾക്ക് ശേഷം. അപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് ഷുഗർ കേമൊക്കെ നട്ടു വെച്ചായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെതറിൽ പോയി ഒരു സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ ഇവിടെയാണ് ഇപ്പോൾ ഒരു ട്രേഡറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നത്. നമുക്കൊന്നുകൂടി നെതറിൽ തന്നെ പോകേണ്ടി വരും. ഈ ട്രേഡറിൽ എന്താ ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ. ആ ട്രേഡർ ഒരു ബോട്ടിലിന് ഒരു എമറാൾഡ് തരും. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ബോട്ടിലിരിപ്പുണ്ട്, വാട്ടർ ബോട്ടിലിന്. അപ്പോൾ നമുക്കത് വെച്ച് അവനുമായിട്ട് ട്രേഡ് ചെയ്ത് നമുക്ക് എമറാൾഡ് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് എമറാൾഡ് കിട്ടി. ഇവിടെ വേറെ ഈ ഒരു മരം എനിക്ക് വാങ്ങുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ആ എമറാൾഡ് എനിക്ക് അതിന് 5 എണ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കണ്ടാൽ നമുക്കിപ്പോൾ ഇതൊക്കെ ശേഖരിച്ച് വെക്കാൻ, എന്നിട്ട് നമുക്ക് ഭാവിയിൽ ഇതൊക്കെ ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകാം, അയൺ മൈനിങ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് മൊത്തം കളക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൈൻ ചെയ്തെത്തിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൈൻ ചെയ്ത് നിർത്തിയ സ്ഥലം. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് പിന്നെ മൈനിങ്ങിന് വേണ്ടി ഞാനങ്ങനെ കുഴിച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് വേണ്ടി നേരെ പോവാം. നമുക്ക് ഭയങ്കര ഭാഗ്യം തോന്നുന്നു. നമ്മൾ ആദ്യം തന്നെ വന്നപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ ഡയമണ്ട് തന്നെ കിട്ടി. നമുക്ക് എന്തായാലും നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് മൈൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അങ്ങനെ നമ്മൾ ഭയങ്കര ലക്കിയാണ്. നമുക്ക് ആദ്യമേ തന്നെ ഡയമണ്ട് കിട്ടിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു മൈനിങ് തന്നെ തുടങ്ങുന്നത്. ഞാൻ ഇവിടെ ഒരു സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ വശത്തേക്ക് വന്നത്. നമുക്കൊന്നുകൂടി പോയി നോക്കാം. അപ്പം നമുക്ക് സോംബി അല്ലെങ്കിൽ നമുക്കൊരു കേവ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ കുറേ കൂടി ലൂട്ടൊക്കെ കാണും. അങ്ങനെ നമുക്ക് കേവ് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നില്ല ഈ കേവ് കണ്ടിട്ട് അത്യാവശ്യം വലിയൊരു കേവാണ്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. അയ്യോ, ഈ കേവ് നിറച്ച് മോബ്സുകളാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഷീൽഡ് മാത്രമേ ഉള്ളൂ. എൻ്റെ നല്ല ഒരു ലാവയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് അത്യാവശ്യം നേരത്തേക്ക് ഫൈറ്റ് ചെയ്തൊക്കെ നിൽക്കാം. അങ്ങനെ നമ്മൾ നല്ല അന്തസ്സായിട്ട് നമ്മൾ ചത്തിട്ടുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട് പിക്കാക്സ് പോയി. നമ്മുടെ വേറെ 3-4 ഡയമണ്ട് ഉണ്ടായിരുന്നു, അതും പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ ഈ ചെസ്റ്റ് മാത്രം ഒരു ഡയമണ്ട് ഉണ്ട്, പിന്നെ 8 ഗോൾഡ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ആർമറൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഈ വലിയ കാര്യമായിട്ടുള്ള ആർമറൊന്നും ഇല്ലായിരുന്നു. എങ്കിലും നമ്മുടെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. നമുക്കവിടെ ഒന്നുകൂടി പോയി നമുക്ക് എന്തെങ്കിലും സാധനം തിരിച്ച് കിട്ടുമോ നമുക്ക് നോക്കാം. ഞാൻ ലാവയിലാണല്ലോ പോയത്, അതുകൊണ്ട് എനിക്ക് സാധനങ്ങളൊന്നും തിരിച്ച് കിട്ടത്തുമില്ല. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ട്. ഞാൻ ചാവാനായിട്ട് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നല്ല ആർമറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മോബ്സിനോട് ഫൈറ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ചത്തുപോയത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ടൂൾസൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ രീതി നമുക്ക് ആ കേവിൽ അത്യാവശ്യം ലൂട്ട് വേണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നല്ല ആർമറില്ല, നല്ല ടൂൾസ് ഇല്ല, അയണില്ല, ഒന്നും തന്നെ ഇല്ല. ഡയമണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു അയൺ മൈനിങ്ങിന് പോകാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഫുൾ ലൂട്ട് നമ്മുടെ കയ്യിൽ നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ആ കേവിലേക്ക് തിരിച്ചു പോയി നമുക്ക് ആ കേവ് കോൺകർ ചെയ്യാം. അപ്പം നമുക്ക് അയൺ മൈനിങ്ങിന് വേണ്ടി പോകാം. അങ്ങനെ നമ്മൾ സ്ട്രിപ്പ് മൈനിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അയൺ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ആ ലക്ഷ്യം ആദ്യത്തെ നമ്മുടെ അയൺ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് നല്ല ഐശ്വര്യമായിട്ട് നല്ല വലിയൊരു വെയിൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു വെയിനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറം കോളും ഉണ്ട്. നമ്മുടെ ഈ കോളും ഇല്ലെന്ന് പറയാം. ഈ ഐലൻഡിൽ നമ്മുടെ എല്ലാ റിസോഴ്സും ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇങ്ങനെ തന്നെ എടുക്കണം. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഫുൾ കോൾ എടുത്തിട്ട് പോവാം. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നീട് നമുക്ക് മൈനിങ്ങിലേക്ക് ഒന്നുകൂടി കിടക്കാം.
ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതായത് നമുക്ക് ഇത്രയും നാൾ നമ്മൾ ഡീപ്പ് സ്ലീറ്റിൽ കുറേ നേരം മൈൻ ചെയ്തില്ല. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഡയമണ്ട് മാത്രം കിട്ടി, അയൺ മാത്രം കിട്ടിയില്ല? കാരണം നമ്മൾ വേറെ ലെവലിലായിരുന്നു മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശരിക്കും മൈൻ ചെയ്യേണ്ടത് ഈ ഒരു ലെവലിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ലെവലിലാണ് കോളും അയണും ഉള്ളത്. നമ്മൾ നേരത്തെ മൈൻ ചെയ്തുകൊണ്ടിരുന്നത് ഡയമണ്ടിൻ്റെ ലെവലിലാണ്, അതും ഡീപ്പ് സ്ലേറ്റിൽ. അതുകൊണ്ടാണ് നമുക്ക് അയൺ കിട്ടാതിരുന്നത്. സോ നമുക്ക് ഇനി ആ മിസ്റ്റേക്ക് ചെയ്യൽ, എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ലെവലായിരിക്കാം. പക്ഷേ എന്തായാലും ആ ഡീപ്പ് സ്ലേറ്റിനേക്കാളും ഉള്ള ലെവൽ ഇത് തന്നെയാണ്, ഏറ്റവും കൂടുതൽ അയൺ കിട്ടാനുള്ള ലെവൽ. അങ്ങനെ നെക്സ്റ്റ് അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ചെറിയൊരു വെയിനാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്കിങ്ങനെ അയൺ കിട്ടി നമുക്ക് ഒരു ഫുൾ അയൺ ആർമർ ടൂൾസൊക്കെ സെറ്റാക്കിയിട്ട് മാത്രമാണ് നമുക്ക് മിനിമം ഒരു സ്റ്റാക്ക് അയണെങ്കിലും വേണം ഈ കേവിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ. മിനിമം ഒരു 3-4 പിക്കാക്സെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെന്നാണ്. അല്ല, നമ്മളെ ഈ പിക്കാക്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കി വെക്കാമായിരുന്നില്ല. ആ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ മൈനിങ് പിന്നെ അങ്ങ് തുടരാം. ഷിറ്റ്, നമ്മളാണെങ്കിൽ ഒരു വാട്ടർ കേവിലാണ് ചെന്ന് പെട്ടത്. ഈ ഒരു വാട്ടർ കേവിൽ അത്യാവശ്യം ലൂട്ടൊക്കെ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ കേവിൽ പോയി നോക്കണ്ട, നമുക്ക് നേരെ ഇവിടെ മൈനിങ്ങിന് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് അയണും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് അയണുമുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും മൈനിങ്ങിന് വേണ്ടി പോകണം. ഇനിയും ഇത്ര അയണൊന്നും പോരാ, ഇതിലും കൂടുതൽ കുറേ അയൺ വേണം. നമ്മൾ ആ നശിച്ച വാട്ടർ കേവിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. എങ്കിലും 3-4 അയൺ ഉള്ളതുകൊണ്ട് നമുക്കത് മൈൻ ചെയ്തെടുക്കണം. നമുക്ക് ഈ വാട്ടർ കേവിലേക്ക് പോയി വേണമെങ്കിൽ നോക്കാം, പക്ഷേ വേറെ, നമുക്കിത് അയൺ പെട്ടെന്ന് തന്നെ മൈൻ ചെയ്തെടുക്കാം. അവസാനം ഞാൻ ഒരു തീരുമാനം എടുത്ത്, നമുക്ക് പെട്ടെന്ന് ഈ വാട്ടർ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഐ തിങ്ക് ഇത് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വിചാരിച്ചത്രയും ഓർസൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പോകണ്ട. നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ കയറി നമുക്ക് നമ്മുടെ സ്ട്രിപ്പ് മൈനിങ്ങിലേക്ക് പോകാം. അത് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ സേഫ്. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നെയും ആ ഒരു വാട്ടർ കേവിൽ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പായിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഉണ്ട്, ഞാൻ കഞ്ചാവാണെന്ന് തെറ്റിയിരിക്കില്ല. നമുക്ക് പിക്കാക്സ് കൊണ്ട് തന്നെ മൈനിങ്ങിന് വേണ്ടി പോവാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്ത് ചെയ്യുക. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങ് വന്ന വഴി മറന്നുപോയി. അതായത് നമ്മൾ കുറേ വഴിയിലൊക്കെ ഇങ്ങനെ കുത്തി തുറന്നാണല്ലോ വന്നത്, വേറെ ഡയറക്ഷൻ തിരിച്ച്. അപ്പോൾ നമുക്ക് ഇത്രയും വഴിയുണ്ട്. അപ്പം നമ്മൾ ഏത് വഴിയാണ് വരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഇവിടെ എവിടെയെങ്കിലും മോബ്സും സ്പോണായി കാണും, അതൊക്കെ നമ്മൾ കൊല്ലുകയും ചെയ്യും. പക്ഷെ നമുക്ക് എങ്ങനെയും സർഫസിലേക്ക് എത്തണം. ഞാൻ വഴി ഒന്ന് കണ്ടുപിടിക്കട്ടെ പെട്ടെന്ന് തന്നെ. അങ്ങനെ മണിക്കൂറൊന്നും എടുത്തില്ല, എങ്കിലും കുറച്ച് നേരത്തിന് ശേഷം നമ്മളങ്ങനെ നമ്മുടെ വഴിയെ കണ്ടുപിടിച്ച് നമ്മൾ പുറത്ത് വന്നു. പിന്നെ ഞാൻ അത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർത്തു അത് ചുമ്മാ ബോറിങ് ആയതുകൊണ്ട് കാണിക്കേണ്ടത്. നമുക്കിനി ഇവിടുന്ന് കുറച്ച് വുഡൊക്കെ, ഈ ഹാർട്ടൊക്കെ പോയതിൻ്റെ കാരണം ഇങ്ങ് വന്ന വഴിക്ക് സോംബിയും ക്രീപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മൈൻ ചെയ്തിട്ട് പോയിട്ട് നമ്മൾ ടോർച്ച് വെച്ചില്ല, അതുകൊണ്ട്. ഇനി നമുക്ക് ഈ മരമൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്ക് വേഗം തന്നെ ബേസിക് കൊണ്ട് നമ്മുടെ അയണൊക്കെ ഉരുക്കി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗോളായിട്ടുള്ള അയൺ ആർമർ അങ്ങ് സെറ്റ് ചെയ്യാം. ഓർത്തു രാവിലെ ആവാൻ പോകുമായിരിക്കുമെന്ന്, പക്ഷേ രാത്രി കഴിഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഒരു സഹായം ചോദിക്കും. ഈ സ്മോക്കറിൽ നമുക്ക് ഫുഡ് മാത്രമേ സ്മെൽറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്മെൽറ്റിംഗ് ടേബിൾ വേണം നമുക്ക് ഈ ഓർസൊക്കെ പെട്ടെന്ന് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി.
അപ്പം ഞാനിത് ചുമ്മാ വേസ്റ്റ് ചെയ്തതാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പം ഞാൻ ഈ ഫർണീസിൽ തന്നെ ഇതെല്ലാം ഉരുക്കണമെന്ന് അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ലാതെ ഞാനങ്ങ് സഹിച്ചു. നമുക്കിപ്പോൾ തന്നെ നമ്മുടെ അയണൊക്കെ പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാം. ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ അത്യാവശ്യം സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വേറെയിലാക്കി സ്മെൽറ്റ് ചെയ്തു. പിന്നെ ഇതിലൊക്കെ കണ്ടോ, നമുക്ക് ഇത്ര ആയും കിട്ടി. നിങ്ങളെന്നെ ഓർത്ത് എനിക്കൊരു സ്റ്റാക്കും കണ്ടിട്ട് ഇത് ഡ്രൈഡ് കാൽപ്പാണ്. ഇതൊരു ബ്ലോക്ക് കൊണ്ട് നമുക്ക് കോളിന് പകരം ഉപയോഗിക്കാനായിട്ട് പറ്റും. ബിക്കോസ് കോൾ നമുക്ക് മൈനിങ്ങിന് പോകണല്ലോ. ഇതാവുമ്പോൾ ഈ ഓഷനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ ഓഷനിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ ഇതിനൊരു ബ്ലോക്കാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാടധികം ഓർസിനെയൊക്കെ സ്മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെടാൻ പറ്റും. കോളിനേക്കാളും നമുക്ക് ഭയങ്കര റിന്യൂവബിൾ ആയിട്ടുള്ളതായിരിക്കും കോൾ. നമുക്കിനി മൈനിങ്ങിന് പോകണം. ഈ വേൾഡിൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ സംഭവത്തിനും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ആയത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആർമർ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലി നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെതർ എക്സ്പ്ലോർ ചെയ്യാം, കേവ് എക്സ്പ്ലോർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ആക്സ് മാത്രം ഉണ്ടാക്കിയില്ല, പിക്കാക്സും സ്വാഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേവ് എക്സ്പ്ലോർ ചെയ്യാം, നെതർ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ യൂട്യൂബറായതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നെതറോ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.